അപ്പോഴേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ വെൽവെറ്റിൻ്റെ ബേസിസ് സ്പോഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് ക്രീം വെച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ വെൽവെറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഹൈറ്റിലുമാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബേസിക് സ്പോഞ്ചാണെന്ന്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും ഓയിലും ബട്ടർ മിൽക്കും കോൺഫ്ലോറും അതുപോലെ തന്നെ ബീറ്ററും ഇല്ലാതെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഒരു ബൗളിലോട്ട് നമുക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ബേസിസ് സ്പോഞ്ചിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്, മുട്ടയുടെ വെള്ള. മുട്ട പതപ്പിക്കുമ്പോൾ മുട്ട മാത്രം നല്ലതുപോലെ പതപ്പിച്ച് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് ആക്കിയെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് കണക്ക് വേണം നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്. ഒരു സിൽക്കി ടെക്സ്ചർ കിട്ടണം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വാനില എസൻസും കുറച്ച് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. 1/4 കപ്പ് മൈദയും പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടോ നല്ല സിൽക്കി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അവസാനം നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അടിയിൽ മൈദയുടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്ന്